നിജേ മാനസേ മന്ദിരേ സന്നിധേഃ പ്രസീദ പ്രസീദ പ്രഭോ രാമചന്ദ്ര സസൗമിത്രിണ കൈകയീനന്ദനേന സ്വശക്ത്യാനുഭക്ത്യാ ച സംസേവ്യമാന സ്വഭക്താഗ്രഗണ്യൈഃ കപീശൈർമഹീശൈഃ അനീകൈരനേകൈശ്ച രാമപ്രസീദ നമസ്തേ നമോസ്ത്വീശ്വരാമപ്രസീദ പ്രസാധി പ്രസാധി പ്രകാശം പ്രഭോ മാം. രാമായണം ജീവാമൃതം കർക്കടകം 22. ക്രിയാമാർഗോപദേശമാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നു. ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്കമാമെടോ. ഹൃത്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ഡീലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. കിഷ്കിന്ധാകാണ്ഡത്തിൽ വളരെ തത്വപൂർണമായ ഒരു ഭാഗമാണ് ക്രിയാമാർഗോപദേശം. ചാതുർമാസ്യ ദീക്ഷയും ഭരിച്ച് ഭഗവാൻ ഗുഹാന്തർഭാഗത്ത് ഏകാന്തമായ ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലക്ഷ്മണൻ ക്രിയാമാർഗത്തെക്കുറിച്ച് ചോദിക്കാനും ഭഗവാൻ പറയാനും ഇടയായത്. ചിത്തശുദ്ധി വന്ന് ഭഗവാനിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടാവാനും ഭക്തന്മാർക്ക് ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്കും ഏറ്റവും പറ്റിയതാണ് ക്രിയായോഗം. സർവഭൂതാന്തർഗതനും നാമരൂപാതീതനുമായ ഈശ്വരനെ കൽപ്പിത വിഗ്രഹത്തിലേക്ക് തന്നിൽ നിന്നു തന്നെ ഇഷ്ടദേവതാരൂപേണ ആവാഹിച്ച് ഉപചരിച്ച് സേവിക്കലാണ് ക്രിയായോഗത്തിൻ്റെ സ്വരൂപമായി ഇവിടെ ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളാകുന്ന പഞ്ചോപചാരങ്ങൾ വഴിക്ക് തൻ്റെ അജ്ഞാനത്തെയും നിവേദ്യത്തിൻ്റെ രൂപത്തിൽ തന്നെയും ഈശ്വരനെ അർപ്പിച്ച് സ്വയം ഈശ്വരനായി തീരുകയെന്നതാണ് പൂജയുടെ തന്നെ അടിസ്ഥാന തത്വം. സങ്കല്പങ്ങളും കർമ്മങ്ങളും അനുഭവങ്ങളുമാകുന്ന രൂപത്തിലാണ് ഒരാൾ തൻ്റെ അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. അനുഭവങ്ങളാണ് സുഖദുഃഖാത്മകങ്ങളായിരിക്കുന്നത്. അനുഭവങ്ങൾ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങളാണെന്ന കാരണത്താൽ അനുഭവങ്ങൾക്കാസ്പദം കർമ്മങ്ങൾ തന്നെ. കർമ്മങ്ങൾക്കാസ്പദം സങ്കല്പങ്ങളുമാണ്. സങ്കല്പങ്ങളാകട്ടെ നാമരൂപാത്മകങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. നാമരൂപങ്ങളെല്ലാം പഞ്ചഭൂതമയങ്ങളുമാണ്. ഈ സ്ഥിതിക്ക് ജീവന് ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും കേവലം ഭൂതാത്മകങ്ങളാണെന്ന് വ്യക്തമാകുന്നു. ജീവൻ തൻ്റെ അജ്ഞാനത്തെ പഞ്ചഭൂതങ്ങളും അവയുടെ വികാരങ്ങളുമായിട്ടാണ് അനുഭവിക്കുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ ജീവൻ്റെ അജ്ഞാനമാണ് പഞ്ചഭൂതാത്മകമായ ജഗത്ത്. ഈശ്വര ചൈതന്യം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഈശ്വരനിലെ അത് ലയിക്കുകയും ചെയ്യും. അങ്ങനെ പഞ്ചഭൂതാത്മകമായ ജഗത്ത് ഈശ്വര ചൈതന്യം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഈശ്വരനിലെ അത് ലയിക്കുകയും ചെയ്യുള്ളൂ എന്ന് മുമ്പേ സൂചിപ്പിച്ചു.
അങ്ങനെ പഞ്ചഭൂതാത്മകമായ ജഗത്തായി നിലനിൽക്കുന്ന തൻ്റെ തന്നെ അജ്ഞാനത്തെ ഈശ്വരങ്കൽ അർപ്പിച്ച് ലയിപ്പിക്കുക എന്നുള്ളതാണ് പൂജ കൊണ്ട് സാധിക്കുന്നത്. താനടക്കം തൻ്റെ അജ്ഞാനത്തെ ഭഗവാങ്കൽ അർപ്പിക്കുന്നതിനാൽ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നു. ജലം ജലഭൂതത്തിൻ്റെയും, ഗന്ധം അല്ലെങ്കിൽ ചന്ദനം ഭൂമിയുടെയും, പുഷ്പം ആകാശത്തിൻ്റെയും, ധൂപം വായുവിൻ്റെയും, ദീപം അഗ്നിയുടെയും പ്രതീകങ്ങളാണ്. അവ ഈശ്വരങ്കൽ അർപ്പിക്കപ്പെടുമ്പോൾ അജ്ഞാനം നീങ്ങിയ ജീവത്വം മാത്രം ശേഷിക്കുന്നു. അതാണ് നിവേദ്യത്തിൻ്റെ സ്വരൂപത്തിലും അർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ താനടക്കം തൻ്റെ അജ്ഞാനം മുഴുവൻ ഈശ്വരങ്കൽ അർപ്പിക്കപ്പെടുന്നതിനാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി നിർവികൽപഭാവത്തിൽ കൂടെ ഈശ്വരത്വം പ്രകാശിക്കാൻ ഇടയായിത്തീരുന്നു. ഈ തത്വമാണ് പൂജയിൽ കൂടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. പൂജകന് പൂജ കൊണ്ട് ചിത്തശുദ്ധിയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ ഒരു ഈശ്വരത്വത്തെ ഗ്രഹിക്കാനും അനുഭവിക്കാനും ഇടയായിത്തീരുമെന്ന തത്വത്തെ ഉള്ളിലിരുത്തിക്കൊണ്ട് വിസ്തരിച്ച് തന്നെ താന്ത്രികമായ ക്രിയായോഗത്തെ ഭഗവാൻ ലക്ഷ്മണന് ഉപദേശിച്ചു. ഇത്തരത്തിൽ പല സന്ദർഭങ്ങളിലായി രാമായണത്തിലൂടെ രാമൻ നൽകുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഋഷീശ്വരന്മാർ നൽകുന്ന ഉപദേശങ്ങൾ ഇന്നത്തെ യുവത്വം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവരുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മുന്നേറ്റത്തിന് കാരണമായിത്തീരും.